ഞങ്ങളുടെയൊക്കെ ജോലി കളയാൻ വേണ്ടിട്ട് അഭിനയോ? അതല്ല, ഒരു കട പൂട്ടിയാൽ അടുത്തത് പോകണല്ലോ. അപ്പൊ അങ്ങനെ ഏത് സിനിമ? സഖാവിലായിരുന്നു സിദ്ധുയുടെ പടം. അതെ അതെ, സിദ്ധാർത്ഥേട്ടൻ ഞാനും. പിന്നെ പുള്ളി കട്ട കമ്പനിയാണ്, പക്ഷെ ഞങ്ങള് മാക്സിമം എപ്പോഴും ഉടക്കായിരിക്കും ഇങ്ങനെ സംസാരം. അങ്ങനെയാണ് സിദ്ധു എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. അതൊരു പുതിയ കാര്യമല്ല. അപ്പൊ ഫോണൊക്കെ വിളിക്കുമ്പോഴും എന്നോട് ഇങ്ങനെ സിദ്ധാർത്ഥനൊക്കെ പറയും, നിനക്ക് വലിയ ചാടയാണ്, നിന്നെയൊക്കെ അങ്ങോട്ട് വിളിക്കണം, നിന്നെയൊക്കെ ഇങ്ങോട്ട് വിളിക്കണം, വലിയ പാടാന്നൊക്കെ കട്ടി. അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കും. അപ്പൊ അങ്ങനെ ഇതൊരു ദിവസം കോട്ടയത്ത് ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ പതിവ് പോലെ വീട്ടിൽ പോയിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ലൊക്കേഷൻ കയറിയിട്ട് പോകാം. അപ്പോൾ ഈ ക്യാമറമാൻ ജോർജ് വില്യംസിൻ്റെയും ഫ്രണ്ട്സ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഡിക്സേട്ടൻ പഴയ പോലെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, എല്ലാം അറിയാവുന്ന ആൾക്കാരും ഫ്രണ്ട്സ്. എന്നാന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഞാൻ ചെയ്ത ക്യാരക്ടർ ഒരു പ്രൊമനന്റ് ഒരു ആക്ടറിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തോ കാരണം കൊണ്ട് അത് നടക്കുന്നില്ല. അതിന്റെ ഡിസ്കഷനും അവരുടെ തലപകച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലോഹ്യം പറയാൻ കയറി വരുന്നത്. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് ഷർട്ടിന്റെ അളവൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒരു പാടിയൊക്കെ കുറച്ച് കട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അവർ നീ അങ്ങോട്ട് പോന്നു, ഞാൻ പറഞ്ഞ എറണാകുളത്തിന് പോകുന്നു. എന്നാ പോകണ്ട, നാളെ ഷൂട്ടുണ്ട്. അങ്ങനെ എടിപിടിന്നായിരുന്നു. കോട്ടയം ചന്തക്കവലെ തന്നെയായിരുന്നു എന്റെ ഷൂട്ടൊക്കെ. അഭിനയ സെക്ഷൻ എൻജോയ് ചെയ്തിട്ടോ? ആദ്യത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഷോട്ട് ഒരു പ്രൊപ്പല്ലറിൽ ഫുൾ കാറ്റൊക്കെ അടിച്ച് ഞാനതിലിങ്ങനെ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട്, അതായത് നിവിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ. അപ്പോൾ എന്നെ അടിച്ചൊതുക്കിയാലേ നിവിന് കയറി പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയാണ് സീൻ. അപ്പോൾ നിവിൻ അടിച്ചൊതുക്കുന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അൽത്താഫിന്റെ ഇമാജിനേഷനിൽ സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് കൃഷ്ണകുമാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് അലറി വിളിച്ച് കാറ്റും പൊടിയും, അപ്പൊ അങ്ങനത്തെ ഒരു സീനായിരുന്നു ആദ്യം. ഈ പ്രൊപ്പല്ലറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, കാറ്റൊക്കെ അടിച്ച് പൊടിയൊക്കെ അകത്ത് പോയി. അപ്പൊ നിവിൻ എന്നോട് പറഞ്ഞു, കുറച്ച് ഒത്തിരി ആത്മാർത്ഥ കാണിക്കണ്ട, പൊടിയൊക്കെ അകത്ത് പോകുന്നു. അയ്യോ അതെ അതെ, വളരെ 2-3 സീൻസേ ഉള്ളൂ ഉണ്ടായിരുന്നെങ്കിലും ഈ ക്യാരക്ടർ ഇങ്ങനെ ത്രൂ ഔട്ട് മെൻഷൻ ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ലൈക്ക് ക്ലൈമാക്സിൽ വരുമ്പോഴും എന്റെ ക്യാരക്ടറിനെ തല്ലണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ നിവിന്റെ ക്യാരക്ടർ ഓക്കെ ആവും. അതിനുശേഷം പിന്നെ ഏതെങ്കിലും പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചു, ഞാൻ പോയില്ല. അത് ഈ മറ്റേ 4 നായകന്മാർ 5 നായകന്മാർ, അപ്പൊ ഇങ്ങനെ ചുറ്റുമുള്ള വിവരമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു, നിനക്ക് അറിയാവുന്ന പരിപാടി മ്യൂസിക് പരിപാടിയായിട്ട് പോക്കോ, കുറച്ചാലും കൂടെ നിനക്ക് പോകാൻ പറ്റും. അറിയാവുന്ന പരിപാടിയിൽ ഇനിയുള്ള ലക്ഷ്യം ഇപ്പം പ്ലാനുകളൊന്നുമില്ല, നല്ല പടങ്ങൾ ഇതുപോലെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും അല്ല എനിക്കിഷ്ടമാണ്. അങ്ങനെ അതും ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ ഭയങ്കര കമ്പനിയാണ്, ലൈക്ക് ഫ്രീഡം ആണ്. നമ്മുടെ സജഷൻസ് ചോദിക്കും, നമ്മുടെ ഇൻപുട്ടും അതിലുണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാം ഡിസ്കസ് ചെയ്യും. ഇതുവരെ പ്രഷർ ചെയ്തൊന്നും ഇത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ.